ഇങ്ങനെ മൂങ്ങാമാതിരി കുത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ മൊഹബത്ത് എന്ന് പറഞ്ഞാല് നെല്ലിക്ക മാതിരിയാ, മധുരിക്കണ വരെ കഴിച്ചോണ്ടിരിക്കും. പെരുന്നാള് വരെ സഹിച്ചാ പോരെ, അത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും കൂടി സുബർക്ക പൂങ്കാവനത്തിൽ കഴിയാല. നാക്ക് തുള്ളേല് പതുക്കിട്ട് പടാക്കി മാറി. ഇത്ര നാള് വെള്ളാട്ട പോക്കർന്ന് പറഞ്ഞ് ഈ ബലാല നാട്ടാരെ മുഴുവൻ പറ്റിച്ചിരുന്നാലേ ഒക്കെ ഇവന്റെ കയ്യാങ്കലായിരുന്നു. രാത്രിയിൽ ഈ നിൽക്കുന്ന ആയമ്മന്റെ കൂടെ സേവ കൂടെ നമ്പൂരിശം പോണത് ആരും കാണാണ്ടിരിക്കാൻ പറ്റിച്ച പണിയാ. ഒന്നല്ല മൂന്നാളായി പോക്കര്. ഒന്ന് മറയുമ്പോ മറ്റവൻ വരും, മറ്റവൻ മറയുമ്പോ മൂന്നാമത്തവൻ വരും. അതുകൊണ്ടല്ലേ നാട്ടുകാർ ജിന്നെന്ന് നനച്ചേ. മൊയ്തുട്ടിയാചാര കാര്യസ്ഥൻ ചാപ്പുണ്യാരെ വീടരല്ലേ ഈ പെണ്ണ്? അത് തന്നെ, എല്ലാത്തിനും ഈ രാത്രി തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി കാട്ടിക്കൊള്ളണം. ഒരു തല്ലേ കൊല്ലേ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. അയ്യോ ചതിക്കില്ലേ ഹാജിയാരെ, ഈയുടെ പഞ്ചാര വാക്കും മന്ത്രവും കണ്ട് പറ്റിപ്പോയൊരബദ്ധം. പുറത്തറിഞ്ഞ തൂങ്ങിച്ചാവും, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം, നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത്. അയ്യോ വള്ളക്കിട്ടോട്ടും 7 ദിവസം ഈ പന്നിന്റെ മോറ് കണ്ട് നമ്മൾ പനിച്ചു കിടന്നേ. ഉപ്പ് തിന്നും വെള്ളം കുടിച്ചു തന്നെ ആവണം. വിളി നാട്ടാരെ. ഒന്നും വേണ്ടാന്ന് നിങ്ങൾ വരി, നമ്മൾ പറയാം എന്താ വേണ്ടതെന്ന്. എന്താ ഈ ഇമാറ് പൊന്നിന്റെ മുട്ടയിടുന്ന താറാവാണ്. ഒറ്റപെട്ടിന് കൊല്ലണത് ബുദ്ധിയല്ല. എന്താണ് മൊയിലേറെ പൊലമണ? ഇപ്പം നമ്മൾ പറയണത് ഇരുന്തലക്കാടൻ തട്ടൂല, ഇരുന്തലക്കാടൻ പറയണത് മൊയ്തുട്ടിയാജിയും തട്ടൂല. അപ്പൊ നമ്മക്ക് വേണ്ടത് ഇവനെ കൊണ്ട് മൊയ്തുട്ടീനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കണതല്ലേ അതിന്റെ ഒരു ബുദ്ധി. ഇതെന്ത് പറ്റി നമ്പൂരിച്ച? ഒന്ന് വീണു. നിങ്ങളോ? എന്താ എനിക്ക് വീണൂടെ? അല്ല, നിങ്ങളെ പോലെ വലിയൊരാള് അടി തെറ്റിയ ആനയും വീഴും. മൂക്കൂത്തിയിട്ടാണോ വീണത്? മൂക്കുത്തി ഇല്ലായിരുന്നു, 2 കടുക്കന് മാലയിട്ടാ വീണത്. അതല്ല, എങ്ങനാ വീണതെന്ന്. ഒരു 7 ഗ്രാം ഇല്ലത്തേക്ക് വരിക കാണിച്ചു തരാം. കാലത്തെ കിന്നാരം കൊണ്ട് ഇറങ്ങിയിരിക്കണു. ഞാൻ ചിലപ്പോ മലന്ന് വീണെന്നിരിക്കും, ചരിഞ്ഞ് വീണെന്നിരിക്കും. തനിക്ക് എന്താണോ ചേതം? ഹാജർ ഇങ്ങോട്ട് വരിക. എന്താ നമ്പൂരിച്ച? ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞെട്ടരുത്. എന്റെ ചില കണക്കൂട്ടലൊക്കെ തെറ്റി. അത്രേ ഉള്ളൂ. നിങ്ങളെ കണക്ക് കേട്ട് തരും, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. സലീമേ, ആ കണക്കല്ല ഹയ്യരെ, നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള കണക്കാ തെറ്റിയത്. നിങ്ങൾ തെളിച്ചു പറയും. ഇന്നലെ നിങ്ങളുടെ കബഡി നിരത്തുമ്പോ കൈയൊന്ന് മറച്ചു. വയസ്സായി വരികയല്ലേ, കുറച്ച് കോയപ്പെടുത്തിട്ട് നല്ലോണം ഒരു പിടുത്തം പിടിച്ചാൽ മതി. സലീമേ, ഇയാള് ഞാൻ പറയണ മുഴുവൻ അങ്ങോട്ട് കേൾക്കുക. ആമിനയുടെ കാര്യം ഞാൻ പറയണേ. ആ ബന്ധം ശരിയാവില്ല. നിങ്ങളതങ്ങ് വേണ്ടാന്ന് വെച്ചേക്ക്. എന്താ അമ്പൂരിശ, നിങ്ങളെ തല തിരിഞ്ഞു പോയാ? ഇത്തിരി ഇങ്ങോട്ട് തിരിഞ്ഞു. ഒടുക്കത്തിടിയില്ലായിരുന്നുവോ? അല്ല, വീണപ്പോ തലയിടിച്ച് തിരിഞ്ഞ കാര്യം പറഞ്ഞ. അതല്ല, നിങ്ങളെന്താ ഇപ്പൊ വാക്ക് മാറ്റി പറയണത്? കബഡി നിർത്തി കണ്ടതാ ഞാൻ പറഞ്ഞത്. അവളുടെ മേത്ത് കൂടിയിരിക്കുന്ന ബാധ അത്ര വേഗം ഒഴിഞ്ഞു പോവില്ല. അടിച്ച തിരിച്ചടിക്കണ ജാതിയാ. അതൊരു പട് കേവിയല്ലേ, അതിനെ കൊണ്ട് തിരിച്ചടിക്കാൻ പറ്റുമോ? കൂടെ വേറെ ആളുണ്ട്. ആരോള മാമയാ? ആരുണ്ടായാലും ഇങ്ങക്ക് എന്താ? നാട്ടിലുള്ള പിശാസിനെയും ഭൂതത്തിനെയും ഒക്കെ പിടിച്ചു കെട്ടണം. നിങ്ങൾക്ക് ഈ പീറ ഉമ്മുമാനെ ഒഴിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. നിങ്ങളല്ലേ പറഞ്ഞത് 3ാമത്തെ ബീവിയിൽ ഞമ്മക്കൊരു മോൻ ജനിക്കുന്നു? അത് പറഞ്ഞു. നിങ്ങളല്ലേ നമ്മളെ കൊണ്ട്
10,000 ഉറുപ്പ്യ മുടക്കിച്ചിട്ട് മൂത്രം കാട്ടി ഹോമം നടത്തിയത്? പുത്രകാമേഷ്ടി അതെന്ത് കുന്തെങ്കിലാവട്ടെ, നിങ്ങൾ എന്താ ഇപ്പൊ മാറ്റി പറയണത്? മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പ സമയം നന്നായിരുന്നു, ഇപ്പം മോശ. ഇനി നന്നായാല? എനിക്ക് തോന്നണില്ല. എന്റെ കാര്യം പറഞ്ഞാ നിങ്ങൾക്ക് നന്നാവാം. എന്നാൽ അതുവരെ നമ്മൾ കാത്തിരുന്നോളാം. ഇങ്ങളെ കൊണ്ട് ഈ ഉമ്മുമ്മാനെ ഒഴിപ്പിക്കാൻ പറ്റൂലെങ്കിൽ അത് പറ, നമ്മൾ പുറത്തുനിന്ന് വേറെ മുന്തിയ ആളെ കൊണ്ടുവന്നോളാം. അത് വേണ്ട, ഞാൻ ഒന്നുകൂടി കബഡി നിരത്തി നോക്കട്ടെ. നിരത്ത് നന്നാവിടെ വരെ നിരത്ത്. വെറുതെ ഇരുന്ന് നമ്മളെ കൽപ്പില് വേണ്ടാത്ത പൂതിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ മൊയ്തെല്ലാം പറയണ. ഞമ്മക്ക് ആമിനാന്റെ കുഞ്ഞിന്റെ ബാപ്പയായ പറ്റൂ. ഭഗവതി, നിങ്ങൾ പറഞ്ഞ ബലാല് കേൾക്കുന്നാണല്ലോ നാട്ടുകാർ പറയണത്. കേൾക്കാണ്ടിരിക്കാൻ എളുപ്പൊട്ടൊന്നും ഇല്ലല്ലോ. പറഞ്ഞത് അക്ഷരം പ്രതി അയാൾ മുഴുവനും കേട്ടു, അനുസരിച്ചില്ല. അത്ര തന്നെ. ഓൻ എന്താ പറഞ്ഞേ? ഓൻ എന്താ പറഞ്ഞെന്ന്? എന്ന് 5-6 ആട്ടും, പിന്നെ കുറെ പുളിച്ച തെറി. 7 പ്രാവശ്യം കുളിച്ചാലും എന്റെ നാട്ടിൽ തീരില്ല. 700 കുളി കുളിച്ചാലും എന്റെ നാറ്റം മാറാത്ത വേല നമ്മുടെ കയ്യിലുണ്ട്. ആളെ വിളിച്ചു കൂട്ടട്ടെ. എന്നെ എങ്ങ് തെക്കോട്ട് എടുക്കോ ഭഗവതി? എന്റെ കൊടല് നമ്മൾ എടുക്കും. അത് വേണ്ടെങ്കിൽ നമ്മൾ പറയണ പോലെ കേട്ടോളി. കൊമ്പനാനിയാ, ഇടിക്കട്ടെ കുത്തട്ടെ, ഇടിക്കട്ടെ കുത്തട്ടെ. ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? നാട്ടാരെ വിളിച്ചു കൂട്ടട്ടാ. ചതിക്കരുത് കാജിയാരെ. നിങ്ങളൊരു കാര്യം ചെയ്യുന്ന മുരിച്ച, മൊയ്തൂട്ടിനോട് ആമിനാന്റെ മേ കൂടിയിക്കണ ഉമ്മുമാനെ ഒഴിപ്പിക്കാൻ പെരുന്നാളിന് അന്ന് വരെ ദിവസവും ഈ പെരേന്റെ അകത്തൊരു പൂജന്റെ പണി വേണമെന്ന് പറയും. അതോണ്ടെന്താ കാര്യം? തോക്കനുള്ളിൽ കയറി വെടിവെക്കല്ലേ? നിങ്ങൾ നമ്മള് പറഞ്ഞത് കേട്ടോ? കേട്ടു. ഓന് തിരിയുടെ ഭാഷയെ ചോദിക്കി അച്ഛനായിരിക്കാം. അതേ ദിക്ക. അനുസരിക്കാന്ന് പറയാം. നമുക്ക് അനുസരിക്കോ? അനുസരിക്കാം.